പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ അടക്കമുള്ള എല്ലാ മനുഷ്യർക്കും ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും അല്ലെങ്കിൽ തുടർച്ചയായി തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ സംതൃപ്തിയല്ല അല്ലെങ്കിൽ സംതൃപ്തി ഇല്ലാത്തൊരു ജീവിതമാണ് ഞാൻ നയിക്കുന്നത് എന്നൊരു ചിന്ത. ഈ ഒരു ചിന്തയെ നമ്മൾ ഇന്ന് ആഴത്തിലൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. ട്രസ്റ്റ് മീ ഗൈസ്, യു ആർ നോട്ട് അലോൺ. അപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് വേണ്ടത് ഈ സംതൃപ്തി ഇല്ലാത്ത ഒരു ഫീലിംഗ് നമുക്കുണ്ടാകുന്നത് നമ്മൾ ഫെയിലിയർ ആയതുകൊണ്ടല്ല, മറിച്ച് നമ്മൾ ചിന്താശേഷിയുള്ള മനുഷ്യനായതുകൊണ്ടാണ്. ഈ ഒരു സത്യത്തെ നിങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ ഈ സംതൃപ്തി ഇല്ലാത്തൊരു ഫീലിങ്ങിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതിന്റെ ഏറ്റവും വലിയൊരു കാരണം എന്ന് വെച്ചാൽ കമ്പാരിസൺ ട്രാപ്പാണ്. അതായത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കാണുന്ന ഈ ആളുകളില്ലേ, റീൽസിലും യൂട്യൂബ് വീഡിയോസിലും അവർ കാണിക്കുന്നത് അവരുടെ ലൈഫിനെ എഡിറ്റ് ചെയ്ത് അതിന്റെ ഏറ്റവും നല്ല വേർഷൻ മാത്രമാണ് കാണിക്കുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പിനെയാണ് നിങ്ങളുടെ ഒരു ഹോൾ ലൈഫിൽ സന്തോഷവും സങ്കടവും എല്ലാം ഇടകലർന്ന ഒരു ലൈഫുമായിട്ട് നിങ്ങൾ കമ്പാരിസൺ ചെയ്യുന്നത്. അത് അത് ഒരു അട്ടർ പൊട്ടത്തരമാണ്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന് ഒരു പർപ്പസ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ആവശ്യകതയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നൊരു ചിന്ത അത് നമ്മളെ അലട്ടും. നമ്മുടെ സന്തോഷത്തെ അത് നശിപ്പിക്കും. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റി നിർബന്ധിച്ച് വെച്ചിരിക്കുന്ന ചില എന്താ പറയുക, ചില അച്ചീവ്മെന്റ്സ് ഉണ്ട്. അതൊക്കെയാണ് ജീവിതത്തിന് സക്സസ് എന്ന് അവരിങ്ങനെ കൊച്ചുനാൾ തൊട്ടേ നമ്മളെ മൈൻഡിലോട്ട് നമ്മുടെ മാതാപിതാക്കളും അധ്യാപകരും ഒക്കെ തന്നിട്ടുണ്ട്. എന്താണത്? ഒരു 10-25 വയസ്സിനുള്ളിൽ പഠിത്തം കഴിഞ്ഞ് ജോലി മേടിക്കുക, അത് കഴിഞ്ഞിട്ട് ഒരു കല്യാണം കഴിക്കുക, വീട് വെക്കുക, കുട്ടികളുണ്ടാവുക, കാറ് മേടിക്കുക. ഇതൊക്കെയാണ് ഒരു 10-30 വയസ്സിനകത്ത് ഇതെല്ലാം നേടണം എന്നുള്ളതാണ് സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷെ ഇവിടെ ഈ അന്യനാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കുട്ടികൾ ഒരു 16 വയസ്സ് കഴിഞ്ഞാൽ തന്നെ അവരെ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു രീതി അവർ മാറും. അവർ കൊച്ചു കൊച്ചു ജോലിയൊക്കെ ചെയ്ത് അവരുടെ ആവശ്യങ്ങൾക്കുള്ള പൈസ അവർ കണ്ടെത്തും. അത് കഴിഞ്ഞ ഒരു 10-18 വയസ്സാകുമ്പോൾ അവരൊരു ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ അവർ ഇഷ്ടമൊക്കെ തോന്നി അവരുമായിട്ട് ലിവിങ് ടുഗദറായി അവർ ജീവിച്ചു തുടങ്ങുമ്പോൾ പിന്നെ ഒരാളെ കല്യാണം കഴിച്ച് ഒരു പുതിയ ലൈഫ് തുടങ്ങാമെന്ന് അവർ മനസ്സിലാക്കി കഴിയുമ്പോൾ അവർ ചെയ്യുന്നത് വെച്ചാൽ അവർ പിന്നീട് ആ സമയത്ത് ഇവർ സ്കൂളിൽ ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും. പക്ഷേ ഇനി ലൈഫിനെ സീരിയസ് ആയിട്ട് കാണണമെന്ന് അവർ മനസ്സിലാക്കി തുടങ്ങുന്ന ആ സമയത്ത് അവർ പിന്നെ പഠിക്കാൻ പോകും. എന്നിട്ടാണ് അവർ നല്ല രീതിയിൽ പഠിച്ച് ജോലിയൊക്കെ മേടിച്ചിട്ട് ആ ലൈഫുമായിട്ട് അവർ മുന്നോട്ട് പോകും. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്ന് വെച്ചാൽ 28 വയസ്സ് വരെയും കല്യാണം കഴിക്കുന്നതിന് മുന്നേ വരെയും നമ്മൾ പാരൻസിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. പാരൻസ് തന്നെയാണ് നമ്മുടെ കല്യാണം പോലും പൈസ ചിലവാക്കി നടത്തി തരുന്നത്. ആ ഒരു കാര്യം നമുക്ക് ഒരിക്കലും സന്തോഷം തരത്തില്ല. നേരെ മറിച്ച് ഇവിടുത്തെ പോലൊക്കെയുള്ള ആ ഒരു രീതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഒന്ന് മാറി വരുവാണെന്നുണ്ടെങ്കിൽ ആ കാര്യത്തിലും നമുക്കൊരു ഡെവലപ്മെന്റ് പ്രതീക്ഷിക്കാം. പിന്നെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും സന്തോഷം തരുന്ന ചില കാര്യങ്ങളുണ്ടാവും. അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്തിട്ട് ഈ സൊസൈറ്റി പറഞ്ഞു വെച്ചേക്കുന്ന കാര്യങ്ങളുടെ പുറകെ പോകുമ്പോൾ നമുക്കത് സന്തോഷം നമ്മളെ നഷ്ടപ്പെടുത്തുക ചെയ്യുന്നത്. പിന്നെ പാസ്റ്റ് ഇമോഷൻസ്, പണ്ടുണ്ടായ പലവിധ സങ്കടങ്ങളും വിഷമങ്ങളും ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് അതിനെ ഹീൽ ചെയ്യാണ്ട് കുഴിച്ചു മൂടി വെക്കും. അപ്പൊ എന്താ, വിഷമിക്കണമെന്ന് തോന്നുന്ന സമയത്തല്ല ഇതിനെ പുറത്തെടുത്ത് വിഷമിക്കുകയും ചെയ്യും. ഹീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും പിന്നീട് നമുക്കത് പുറത്തെടുക്കേണ്ടി വരത്തില്ല. അപ്പൊ ഇനി എങ്ങനെ നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കാം എന്നുള്ളതിന് നമുക്ക് നോക്കാം. എന്ന് വെച്ചാൽ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എല്ലാത്തിനും ഗ്രേറ്റ്ഫുൾ ആണ് എന്ന് ഇന്നു മുതൽ പറഞ്ഞ് ഫേക്ക് ചെയ്യണമെന്നല്ല ഉദ്ദേശിച്ചത്. റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ചെറിയ കാര്യങ്ങളിൽ പോലും നന്ദി പറഞ്ഞ് ശീലിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലായിട്ട് എഴുതാം, അല്ലെങ്കിൽ പറയുകയോ അങ്ങനെ ചെയ്യാം. പിന്നെന്ന് വെച്ചാൽ ഈ സൊസൈറ്റി പറഞ്ഞു വെച്ചിരിക്കുന്ന ഡെഫിനിഷൻസ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലോട്ട് തന്നെ നോക്കുക. എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ ചിലപ്പം ഒരു സിനിമയ്ക്ക് പോകുന്നതായിരിക്കാം, ഫാമിലിയായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം, ഒരു ദിവസം ഒരു പണിയും ചെയ്യാണ്ട് ചുമ്മാ വീട്ടിൽ വെറുതെ ടി വിയും കണ്ടിരിക്കുന്നതായിരിക്കാം. എന്താണോ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലോട്ട് എത്തി നോക്കുമ്പം വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾക്ക് സന്തോഷം കൂടുതൽ തരുന്നത്. പിന്നെ ചെറിയ ചെറിയ ചേഞ്ചസ്, ടൈനി സ്റ്റെപ്സ് എടുത്ത് നമ്മുടെ ലൈഫിനെ ചേഞ്ച് ചെയ്യാൻ നോക്കുക. നല്ല ഹെൽത്തി ബോഡി ഉണ്ടാക്കുക, നടക്കാൻ പോവുക, എക്സസൈസ് ചെയ്യുക, നന്നായിട്ട് ഉറങ്ങുക. അങ്ങനെ ടൈനി സ്റ്റെപ്സ് എടുക്കുക. മലമറിക്കുന്ന ജോലി ചെയ്ത് നിങ്ങളെ തന്നെ കഷ്ടത്തിലാക്കാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു സമയം കൊടുക്കുക. നമ്മൾ അതായത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി ഇല്ലാത്തൊരു അവസ്ഥയെന്ന് വെച്ചാൽ നമ്മൾ ഫെയിലിയർ ആയി എന്നുള്ളതല്ല, നമ്മൾ നമ്മളായിട്ട് പരുവപ്പെടുക എന്നുള്ളതാണ്. അപ്പൊ ഈ പരുവപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നമ്മുടെ ഈ ജേണി എന്ന് പറഞ്ഞാലേ നമ്മൾ നമ്മളെ ഫിക്സ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് നമ്മൾ നമ്മളെ അറിഞ്ഞ് നമ്മളായിട്ട് മോർ മോർ ഞാനായിട്ട് വരിക എന്നുള്ളതാണ്. അത് ചിലപ്പോൾ ഇപ്പം എന്നെ കാണുന്നത് കുറച്ച് ഏജ് കുറച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. ഒരു 30കളിലോട്ട് അടുക്കുമ്പോഴത്തേന് നമ്മുടെ ചിന്താഗതി തന്നെ മാറും. ഇത് നമ്മൾ നമ്മളോട് തന്നെ നമ്മുടെ ഇന്നർ ഫീലിങ്ങിനോട് സംസാരിച്ചു തുടങ്ങും. അപ്പൊ ഗൈസ്, ഇതൊക്കെയായിരുന്നു ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ.